കഴിഞ്ഞയാഴ്ചയാണ് പ്രമുഖ സംഗീത സംവിധായകൻ ജെറി അമൽദേവിനെ സൈബർ തട്ടിപ്പിന് ഇരയാക്കാൻ ഒരു ശ്രമം നടന്നത്. പക്ഷേ അത് ബാങ്ക് ഉദ്യോഗസ്ഥരുടെയും പോലീസിന്റെയും അവസരോചിതമായ ഇടപെടലിലൂടെ ഇല്ലാതാവുകയാണ് ചെയ്തത്. അദ്ദേഹത്തിനെ ഒരു സൈബർ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഒരു കേസിലെന്ന് അറിയിച്ച് പിന്നീട് ഇതിൽ നിന്ന് മോചിപ്പിക്കണമെങ്കിൽ 2,70,70,000 രൂപ നൽകണം എന്ന് പറയുകയും ഈ പണം പിൻവലിക്കാനായി അദ്ദേഹം ബാങ്കിലെത്തുകയും ചെയ്തു. ഇവിടെ എത്തിയപ്പോൾ മാനേജർക്ക് തോന്നിയ ഒരു സംശയത്തിൽ നിന്നാണ് ഈ തട്ടിപ്പിന് ഇരയാകുന്നതിൽ നിന്ന് അദ്ദേഹത്തെ രക്ഷിച്ചത്. നമുക്കൊപ്പം ഇപ്പോൾ ഈ ഫെഡറൽ ബാങ്കിന്റെ പച്ചാളം ബാങ്ക് മാനേജർ സജിന മോളിസ് തന്നെയുണ്ട്. എന്താ മാഡം അന്ന് സംഭവിച്ചത്? സാറ് ഡയറക്റ്റ് എൻ്റെ ക്യാബിനിലോട്ട് വരുമായിരുന്നു. എന്നിട്ട് ഒരു ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യണം, അർജൻറ്റാണ്, RTGS ചെയ്ത് തരണം, എന്നിട്ട് UTR നമ്പറും കൂടി വേണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ സാറിനോട് ഡീറ്റെയിൽസ് ചോദിച്ചു, എന്താ സാറേ പെട്ടെന്ന് അങ്ങനെ ഒരു ഫണ്ട് ട്രാൻസ്ഫറൊക്കെ എന്ന് ചോദിച്ചപ്പോഴാണ് സാർ അധികം സംസാരിക്കുന്നില്ല, ബട്ട് സാറ് വേറൊരു കോളിലാണെന്നുള്ള രീതിയിൽ ഇയർഫോൺ വെച്ചിട്ട് അവരോടും സംസാരിക്കുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, സാറേ ഒന്ന് കോൾ കട്ട് ചെയ്താൽ നമുക്ക് കുറച്ച് ഡീറ്റെയിൽസിൽ ഒന്ന് വേണം, ഞങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്, എന്ത് പേർപ്പസിനാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോഴാണ് സാറിന് അധികം സംസാരിക്കാൻ പറ്റുന്നില്ല. പേർപ്പസ് ചോദിച്ചപ്പോൾ പറയുന്നത് ഹോം റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ട്രാൻസാക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. ഡീറ്റെയിൽസ് തരാൻ ചോദിച്ചപ്പോഴത്തേക്ക് ഡീറ്റെയിൽസ് തന്നത് ഒരു നോൺ ഇൻഡിവിജ്വൽ അക്കൗണ്ടാണ്. അതൊരു ജനതാ സേവ എന്ന് പറഞ്ഞൊരു അക്കൗണ്ട്, വേറൊരു ബാങ്കിൻ്റെ അക്കൗണ്ടാണ്. അതിൻ്റെ IFSC കോഡും കാര്യങ്ങളും ഡീറ്റെയിൽസ് എല്ലാം തന്നപ്പോൾ എനിക്ക് സംശയമായി. കാരണം സാർ ഇവിടെ കേരളത്തിൽ ഇരുന്നിട്ട് അങ്ങനെ ഒരു ഓർഗനൈസേഷന് വേണ്ടിയിട്ട് ഒരു ഫണ്ട് റേസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഞാൻ വീണ്ടും ചോദിച്ചു. അപ്പോൾ സാറ് ഒന്നും സംസാരിക്കാൻ പറ്റാതെ ഇരിക്കുന്ന ഒരു കണ്ടീഷനായിട്ട് എനിക്ക് തോന്നി, വേറൊരാൾ പറഞ്ഞു കൊടുക്കുന്ന രീതിയിൽ പുള്ളി പറയുന്ന പോലെ. അപ്പോൾ എനിക്ക് കുറച്ചും കൂടി അലേർട്ടാകാൻ എനിക്ക് തോന്നി. അങ്ങനെ ഞാൻ സാറിനോട് പറഞ്ഞു, സാറേ പറഞ്ഞിട്ടൊന്നും കേൾക്കുന്നില്ല എന്ന് വെച്ചാൽ ഒരു പേപ്പറിൽ പിന്നെ ഞാൻ എഴുതി കൊടുത്തു, സാറേ ഒരുപാട് ഫ്രോഡുലന്റ് ട്രാൻസാക്ഷൻസ് ഇപ്പോൾ ഡേ ടു ഡേ ബേസിസിൽ ബാങ്കുകളിലാണെങ്കിലും കസ്റ്റമേഴ്സിനാണെങ്കിലും നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു മേ ബി അതായിരിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ സാറ് കുറച്ചും കൂടി ഒന്ന് നമുക്ക് ഡിസ്ക്ലോസ് ചെയ്യുന്ന രീതിയിൽ പറഞ്ഞു തരണം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അവിടെ നിന്ന് പുള്ളിക്ക് വീണ്ടും അവിടെ നിന്ന് മെസ്സേജ് വരുന്നത്, അവിടെ സംസാരിക്കാൻ കേൾക്കാം നമുക്ക്. അവർ പറയുന്നത് പെട്ടെന്ന് തന്നെ UTR ഷെയർ ചെയ്യുക, ബാങ്കുകാരോട് സംസാരിക്കരുത്, ബാങ്ക് ഓഫീഷ്യൽസിനോട് സംസാരിക്കരുത് എന്നുള്ള രീതിയിൽ. അപ്പം എനിക്ക് ഡൗട്ട് അടിച്ചു. കാരണം നോർമൽ ഒരു ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഒരിക്കലും ബാങ്ക് ഓഫീഷ്യൽസിനോട് സംസാരിക്കരുത്, ഇൻഫർമേഷൻ ഷെയർ ചെയ്യരുതെന്ന് നമ്മൾ ഒരിക്കലും പറയാറില്ല. അപ്പോൾ ഞാൻ സാറിനോട് പറഞ്ഞു, സാറേ വേറെ ഒന്നും തോന്നരുത്, നമുക്കത് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ അപ്പോഴത്തേക്ക് സാറ് റേസ്ഡായി, എൻ്റെ അക്കൗണ്ടിൽ കിടക്കുന്ന ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് എന്താ കുഴപ്പം എന്നുള്ള രീതിയിൽ. ഞാൻ പറഞ്ഞു, സാറേ ജെനുവിൻ പേർപ്പസ് ആണ് എങ്കിൽ നമുക്ക് ബോധ്യപ്പെടുവാണെങ്കിൽ നമുക്ക് ചെയ്യുന്നതിനൊരു കുഴപ്പമില്ല. പക്ഷെ നമുക്കിങ്ങനെ ഫ്രോഡുലന്റ് ടൈപ്പായിട്ട് നേച്ചർ തോന്നുന്നതുകൊണ്ടാണ് നമ്മളത് അലേർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നതെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ഉടനെ തന്നെ എൻ്റെ ഒരു ഫ്രണ്ട് അനൂപ് ചാക്കോ, ഇവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ SI ആണ്, പുള്ളിനെ ഒന്ന് കൺസൾട്ട് ചെയ്തു. പുള്ളി അപ്പോൾ തന്നെ ഒന്ന് കോൺടാക്ട് ചെയ്തു. ഞാൻ പറഞ്ഞു ഇങ്ങനെയാണ് കാര്യം എന്ന് പറഞ്ഞപ്പോൾ തന്നെ പുള്ളി പറഞ്ഞു ഡേ ടു ഡേ ഇതിൽ വരുന്നുണ്ട്. അപ്പം ഞാനൊന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞു. പുള്ളിയും സംസാരിച്ചു, കാര്യങ്ങളൊക്കെ പറഞ്ഞു. പുള്ളിനെ അവയർനെസ് വരുത്തിച്ചിട്ടാണ് പുള്ളി അതിൽ നിന്ന് വിഡ്രോ ചെയ്തത്. എന്ന് വെച്ചാൽ ക്യാൻസൽ ചെയ്യാൻ പറഞ്ഞു, ട്രാൻസാക്ഷൻസ് എല്ലാം ക്യാൻസൽ ചെയ്യാൻ പറഞ്ഞു, ഒന്നും ചെയ്തു കൊടുക്കണ്ട എന്നുള്ള രീതിയിൽ അങ്ങനെ ഒരു സ്റ്റാൻഡ് എടുത്തു. ഈവൻ ഇവർ ടാർഗറ്റ് ചെയ്യുന്നത് മെയിൻലി സീനിയർ സിറ്റിസൺസ്, പ്രൊഫഷണൽസ് എന്ന് വെച്ചാൽ അത്ര ഡിജിറ്റലി അത്ര ഇതല്ലാത്ത ആൾക്കാരെയൊക്കെ ഒരു നോട്ട് ഡൗൺ ചെയ്തിട്ടാന്ന് തോന്നുന്നു ഇങ്ങനെ ഇത് ഡേ ടു ഡേ ബേസിൽ നടക്കുന്നുണ്ട്. മാത്രമല്ല നമ്മൾ ബാങ്ക് ഓഫീഷ്യൽസിനാണെങ്കിലും നമുക്കൊരു ട്രെയിനിങ് ബാങ്ക് തരുന്നുണ്ട് ഓൾറെഡി. ഇങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ വിജിലൻ്റ് ആവണം, അലേർട്ട് ആവണം എന്ന് വെച്ചാൽ പല കാര്യങ്ങളും നമുക്ക് ബാങ്കിലല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പോൾ കസ്റ്റമർ മുമ്പ് ഇങ്ങനെ എന്തെങ്കിലും ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്? തീർച്ചയായും ഉണ്ടായിട്ടുണ്ട്. ഈ എമൗണ്ട് അല്ല, ഇച്ചിരി വലിയ എമൗണ്ട് തന്നെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എമൗണ്ട് ആയിരുന്നു അത് കുറച്ച് വലുതാണ്. അടുത്തടുത്ത് ഇങ്ങനെ സംഭവിക്കുന്നുണ്ടോ? അങ്ങനെ അതൊന്നും സംഭവിക്കുന്നുണ്ട്. സെയിം കേസുകളാണ്, അതായത് ഈ അന്വേഷണ ഉദ്യോഗസ്ഥരാണ്. കേസസിന്റെ മോഡസ് ഓപ്പറാൻഡി സംവാട്ട് സെയിം ആണ്, ബട്ട് എന്താ പറയുക, പറയുന്ന കാര്യങ്ങൾ ഡിഫറെൻ്റ് ആണ്. ചിലത് MDMA കേസിൽ നിങ്ങൾ വന്നിട്ടുണ്ട്, ഒരു കൊറിയറിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു, ഫെഡെക്സ് വഴി വന്നിട്ടുള്ള കൊറിയറിൽ വന്നു, അങ്ങനെയാണ് ഒരു കേസ് വന്നത്. പിന്നെ ഇപ്പോൾ സാറിൻ്റെ കേസ് ഇപ്പോൾ വേറെ രീതിയിലാണ് അവർ പറയുന്നത്. അവർ ഓരോ കേസസും മാറ്റിയാണ് പറയുന്നത്. ബേസിക്കലി അവർ പറയുന്നത് നിങ്ങൾ സെൻട്രൽ ഗവൺമെൻറ്റിൽ നിന്നാണ് വിളിക്കുന്ന ഒരു ലേഡി പോലീസ് യൂണിഫോമിൽ വന്ന് സംസാരിക്കുന്നു, നിങ്ങൾ ഈ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്ത് UTR ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്താൽ സംഭവം കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചു തരും, റീപേയ്മെൻറ്റ് ചെയ്യും എന്നുള്ള രീതിയിലാണ് അവർ കൺവേ ചെയ്യുന്നത്. ബട്ട് അതൊന്നും ചെയ്യാറില്ല. അത് ഓട്ടോമാറ്റിക്കലി അപ്പം തന്നെ വേറെ ബാങ്ക് അക്കൗണ്ടുകളിലായിട്ട് ട്രാൻസ്ഫർ ചെയ്ത് പോവുക ചെയ്യുന്നത്. ഇതിപ്പോൾ നോർത്ത് ഇന്ത്യയിലുള്ള അക്കൗണ്ട് ആയിരുന്നോ? അതെ, നോർത്ത് ഇന്ത്യ ആയിരുന്നു. അതുകൊണ്ടാണ് പിന്നെ അത് കുറച്ചും കൂടി ഒന്ന് നമുക്കത് അത് തന്നെയാണെന്ന് ഉറപ്പിക്കാൻ ഞങ്ങൾക്ക് പറ്റിയത്. അതുകൊണ്ടാണ്. ഏത് സ്റ്റേറ്റിലായിരുന്നു? ആക്ച്വലി ബോംബെ ആയിരുന്നു. മുക്തിയാർ നഗർ ബ്രാഞ്ചിൽ നിന്നാണ് കണ്ടത് ഡീറ്റെയിൽസ്. ഇങ്ങനെയുള്ള അക്കൗണ്ടുകൾ ഇപ്പം ഇതൊരു ഫ്രോഡ് അക്കൗണ്ട് ആണെന്ന് മനസ്സിലായി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അക്കൗണ്ട് റിപ്പോർട്ട് ചെയ്യാൻ കഴിയില്ലേ? ഇവിടെ നമ്മൾ റിപ്പോർട്ട് ചെയ്യും. നമ്മുടെ ബാങ്കിൻ്റെ ഫെഡറൽ ബാങ്കിൽ നമ്മുടെ ഹെഡ് ഓഫീസ് വഴി നമ്മളത് ടേക്കപ്പ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ ബാങ്ക് അതിനുള്ള നെസസറി സ്റ്റെപ്സ് എടുക്കുന്നുണ്ട്.
ഇപ്പോൾ അദ്ദേഹത്തിന് അത് ബോധ്യപ്പെട്ടോ? എങ്ങനെയാണ് അത് തീർച്ചയായും സാറ് സാറ്റിസ്ഫൈഡ് ആണ്. സാറ് ഒട്ടും വിചാരിച്ചില്ല ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു. എന്നാലും സാറ് വളരെ നന്ദി പറഞ്ഞായിരുന്നു. നമ്മൾ നന്ദിനേക്കാളും കൂടുതൽ നമ്മളൊരു മെസ്സേജാണ് എല്ലാവർക്കും കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്. കാരണം സാറിൻ്റെ കേസ് മാത്രമല്ല, ഈവൻ സാധാരണക്കാർക്ക് പോലും ഇത് സംഭവിക്കുന്നു. ഇവൻ നമ്മളുടെ ജനറേഷനിലും അല്ലാത്ത ജനറേഷനിലും ഒക്കെ ഇത് നടക്കുന്നു. അപ്പോൾ നമ്മളത് ഐഡൻറ്റിഫൈ ചെയ്യുക, എല്ലാ കാര്യങ്ങളിലെയും ജെന്യുവിനെസ് ചെക്ക് ചെയ്തിട്ട് നമ്മളത് ട്രാൻസാക്ഷൻ ചെയ്യാമെന്ന് മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. ഇതിപ്പോൾ ഈ ജെറി അമൽദേവിൻ്റേത് കേന്ദ്ര അന്വേഷണ ഏജൻസി ആണ് എന്ന് പറഞ്ഞിട്ടാണ്. അങ്ങനെ കേന്ദ്രം റിലേറ്റഡ് ആണ് അവർ ബേസിക്കലി അവർ പറയുന്നത്. സ്റ്റേറ്റ് ഒന്നും അല്ല പറയുന്നത്, സെൻട്രൽ ഗവൺമെന്റിന്റെ ഇതിൽ നിന്ന് വിളിക്കുന്നു. അവരുടെ മിക്കവാറും ചിലപ്പോൾ കസ്റ്റംസിന്റെ യൂണിഫോമിൽ വരും, ചിലപ്പോൾ പോലീസിന്റെ യൂണിഫോമിൽ വരും, അങ്ങനെയാണ് പറയുന്നത്. പക്ഷേ വീഡിയോ കോൾ ആയിരുന്നു അവർ വീഡിയോ കോൾ ചെയ്തിട്ടുണ്ട്. കസ്റ്റമേഴ്സിന്റെ മൈൻഡ് തന്നെ, അതായത് നമ്മുടെ മൈൻഡ് തന്നെ ഡൈവേർട്ടായി പോകും. നമ്മളിപ്പോൾ എത്ര കോൺഷ്യസ്നെസ്സോടുകൂടി ചെയ്താലും അവർ അങ്ങനത്തെ രീതിയിൽ അവർ എങ്ങനെയാണോ ഇമോഷണലി ആണോ എങ്ങനെയാണെന്നറിയില്ല, ഭയങ്കരമായിട്ട് നമ്മുടെ മൈൻഡ് ഡൈവേർട്ട് ചെയ്ത് കളയും. നമ്മൾ വിശ്വസിക്കുന്ന രീതിയിൽ അവരങ്ങനെ പറഞ്ഞു കളയും. അപ്പം നമുക്കൊന്നും വേറെ നിർവാഹം ഇല്ലാതായി. മാത്രമല്ല ഫോൺ ഹാക്ഡ് ആണ്. അതായത് ഇവർ എന്തോ ഒരു ലിങ്ക് പോലെ അയച്ചിട്ട് അതിനകത്ത് കയറിയിട്ടാണ് നമ്മുടെ ഫോണിൽ എന്താ സംഭവിക്കണമെന്ന് അവർക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ ഈ ഒരു ന്യൂസ് കണ്ടിട്ട് തന്നെ കുറേ കസ്റ്റമേഴ്സ് ഇപ്പം എന്നെ വിളിച്ചു, ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് മാഡം, ചെറിയ എമൗണ്ടുകളൊക്കെ ആയിരുന്നു, ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തില്ല. അപ്പോൾ അവർ പറയുന്നത് ഫോൺ കംപ്ലീറ്റ്ലി ഹാക്ഡ് ആണ്. അതുകൊണ്ടാണ് ആ കോൾ പോലും കട്ട് ചെയ്യാൻ പറ്റില്ല, ഫോൺ ഓഫ് പോലും ചെയ്യാൻ പറ്റത്തില്ല. ആ ഒരു സിറ്റുവേഷനിലായി പോകുന്നു. യങ്സ്റ്റേഴ്സിനൊക്കെ കൂടുതൽ സീനിയേഴ്സിനെയാണല്ലോ ഇവർ ടാർഗറ്റ് ചെയ്യുന്നത്. കാരണം എമൗണ്ട് വെച്ചിട്ടാണ് അവർ കൂടുതലും നോക്കുന്നത്. സാറിൻ്റെ അടുത്ത് തന്നെ കൂടുതൽ എമൗണ്ട് ആയിരിക്കാൻ സാധ്യത, കൂടുതൽ ചോദിക്കാനാണ് സാധ്യത. ബട്ട് നമ്മളത് ആ ഒരു എമൗണ്ടിലേക്ക് കട്ട് ഷോട്ട് ചെയ്തിട്ട് ലാസ്റ്റ് അങ്ങനെ വന്നത്. തീർച്ചയായും എന്തായാലും വലിയൊരു തട്ടിപ്പിൽ നിന്നാണ് സംഗീത സംവിധായകൻ ജെറി അമൽദേവ് രക്ഷപ്പെട്ടതെന്ന് പറയാം. കാരണം ഈ ബാങ്ക് മാനേജർക്ക് തോന്നിയ ഒരു സംശയത്തിൽ നിന്നാണ് അത്തരമൊരു രക്ഷപ്പെടൽ ഉണ്ടായത്. അതല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വലിയൊരു തുക നഷ്ടപ്പെട്ടു പോകുമായിരുന്നു. എന്തായാലും ഈ പ്രേക്ഷകർ ശ്രദ്ധിക്കുക, ഇത്തരത്തിലുള്ള ഡിജിറ്റൽ അറസ്റ്റുകളൊന്നും ഒരു അന്വേഷണ ഏജൻസിക്കും ചെയ്യാൻ സാധിക്കില്ല. ഇപ്പോൾ CBI ആണെങ്കിലും കസ്റ്റംസ് ആണെങ്കിലും അങ്ങനെ ഒരു രീതിയിലും അറസ്റ്റ് ചെയ്യില്ല. അതിനു മുൻപ് മറ്റു പല പ്രാഥമിക നടപടിക്രമങ്ങളുമുണ്ട്. അങ്ങനെ പോലീസിന്റെ ഭാഗത്തു നിന്നാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഒരു അന്വേഷണം ഉണ്ടാകും. അത്തരം അന്വേഷണങ്ങളോ നേരിട്ടുള്ള കൂട്ടിമുട്ടലോ കണ്ടുകാഴ്ചകളോ എല്ലാം ഒന്നുമില്ലാതെ ഇത്തരം ഫോണിലൂടെ വരുന്ന മെസ്സേജുകൾക്കോ കോളുകൾക്കോ ഒന്നും വിധേയരായി ഇല്ലെങ്കിൽ അതിൽ വീണു പോകരുത്, പണം ട്രാൻസാക്ഷൻ നടത്തരുത്. അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ബാങ്കിനെങ്കിലും ബന്ധപ്പെട്ട് അതിലൊരു ക്ലാരിറ്റി വരുത്തിയ ശേഷം മാത്രമേ ഇത്തരം പണമിടപാടുകൾ നടത്താനും കഴിയൂ എന്നാണ് ഒരു സന്ദേശമായി പറയാനുള്ളത്. ക്യാമറ പേഴ്സൺ CP വിജീഷിനൊപ്പം സെയ്ഫുൻ നിസാലിയാർ, റിപ്പോർട്ടർ, കൊച്ചി.